അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 1 രാജാക്കന്മാർ 3-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് വായിക്കാം. നിൻ്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എൻ്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ്സും തരും. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. ഏത് വാഗ്ദാനം ദൈവം നമുക്ക് തന്നാലും അതിനോട് കൂടെ ഒരു കണ്ടീഷൻ അഥവാ വ്യവസ്ഥ ദൈവം വെച്ചിട്ടുണ്ടാകും. ഉദാഹരണമായി 1 ശമൂവേൽ 2-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിൻ്റെ ഭവനവും നിൻ്റെ പിതൃഭവനവും എൻ്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കും എന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു. നിശ്ചയം ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ആകയില്ല. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനാകും. നാം ഇപ്പോൾ കേട്ട വേദവാക്യത്തിൽ ദൈവസന്ദേശം കേൾക്കുന്നത് ഏലി എന്ന പുരോഹിതനാണ്. ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ടുള്ള ഏലി പുരോഹിതൻ്റെ ജീവിതം കണ്ടപ്പോൾ ഏലിയെ തൻ്റെ പുരോഹിതനാക്കി ദൈവം ഉയർത്തി. ദൈവത്തിൻ്റെ പുരോഹിതനായി ഉയർത്തപ്പെട്ട ഏലി പുരോഹിതൻ ഇസ്രായേൽ ജനത്തിൻ്റെ സ്നേഹവും ബഹുമാനവും അനുഭവിച്ച് അവർ കൊടുക്കുന്ന ഭൗതിക നന്മകൾ ഭക്ഷിച്ച് ദൈവത്തെ മാനിച്ച് വളർന്നു. തനിക്ക് ദൈവം മക്കളെ നൽകി. ഇപ്പോൾ ഏലി പുരോഹിതൻ്റെ കണ്ണും കാതും ഹൃദയവും എല്ലാം ദൈവം അവന് ദാനമായി നൽകിയ സമ്പത്തിലും മക്കളിലുമാണ്. തൻ്റെ മക്കളെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പഠിപ്പിച്ച് ദൈവഭയത്തിൽ വളർത്തുന്ന കാര്യത്തിൽ താൻ ഉദാസീനത കാണിച്ചു. കാരണം ദൈവം അവന് കൊടുത്ത മാന്യതയാലും സമ്പത്തിൻ്റെ വർധനയാലും അവൻ്റെ ദൈവഭയം നഷ്ടപ്പെട്ടു പോയിരുന്നു. അതുകൊണ്ട് തന്നെ താൻ തൻ്റെ മക്കളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചില്ല. തങ്ങളുടെ പിതാവ് തങ്ങളെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തുകൊണ്ട് ദൈവത്തോടും മനുഷ്യരോടും അവർ ചെയ്യുന്ന പാപങ്ങൾ അമർച്ച ചെയ്യാതിരുന്നതിനാൽ അവർ കൂടുതൽ പാപത്തിൽ മുതിർന്നു വരികയും പാപസ്വഭാവം മക്കളുടെ ഹാബിറ്റ് അഥവാ ശീലമാകുവാൻ ഇടവരികയും ചെയ്തു. ഏത് തെറ്റും അത് നമ്മുടെ ഹാബിറ്റ് അഥവാ ശീലമാക്കിയാൽ അതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. നല്ല ശീലങ്ങൾ അതുപോലെ തന്നെയാണ്. പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് 10 അധ്യായം ബൈബിൾ തുടക്കം മുതൽ അവസാനം വരെ വായിക്കുമെന്ന് തീരുമാനിച്ച നിർബന്ധപൂർവ്വം നാം അത് നമ്മുടെ ശീലമാക്കിയാൽ 8 മണിക്ക് പ്രഭാത ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിശ്ചയമായും അതിനു മുമ്പ് ആ വ്യക്തി ബൈബിൾ വായിച്ചിരിക്കും. 10 ദിവസം നാം അത് ചെയ്താൽ നിശ്ചയമായും ബൈബിൾ വായന നമുക്ക് ഒരു ശീലമാകും. ബൈബിൾ വായിച്ചാൽ നാം അനുസരിക്കേണ്ട ദൈവത്തിൻ്റെ കൽപ്പനകൾ കണ്ടെത്തും. നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ കണ്ടെത്തി അത് അനുസരിച്ചാൽ നിശ്ചയമായും ആരെയെല്ലാം വിശ്വസിക്കാം, ആരെയെല്ലാം വിശ്വസിക്കുവാൻ പാടില്ല എന്നും മറ്റുള്ളവരെ വഞ്ചിക്കരുതെന്നും മറ്റുള്ളവരാൽ നാം വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ എന്ത് ചെയ്യണമെന്നും നമ്മുടെ സൃഷ്ടാവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെല്ലാമെന്നും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാമെന്നും കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കും. അവൻ നല്ല ടീച്ചറാണ്. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുമെന്ന് 25-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും ദൈവം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുകയോ പറയുകയോ കാണുകയോ ചിന്തിക്കുകയോ ചെയ്യാതെ നാം ജീവിച്ചാൽ നിശ്ചയമായും സമൂഹത്തിൽ നമുക്ക് മാന്യത ലഭിക്കും. ആ മാന്യത ദൈവമാണ് നമുക്ക് തരുന്നത്. ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ മരിക്കുമ്പോൾ ദൈവം തൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവൻ ലഭിക്കുമെന്നതിന് സംശയമില്ല. കാരണം ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദാനമാണ്. ആകയാൽ ബൈബിൾ വായിക്കുന്നതും നാം അനുസരിക്കണമെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതും വളരെ നല്ല ശീലമാണ്. എന്നാൽ 10 ദിവസം തുടർച്ചയായി മദ്യം കുടിച്ചാൽ നാം അതിനെ അടിമപ്പെടുന്നു. അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അഥവാ ശീലമായി രൂപാന്തരപ്പെടുന്നു. മദ്യം കലഹക്കാരനും വീഞ്ഞ് പരിഹാസിയുമാകുന്നുവെന്ന് സദൃശവാക്യങ്ങൾ 20-ാം അധ്യായം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കൊത്തും, അണലി പോലെ കടിക്കും. നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും, നിന്റെ ഹൃദയം വക്രത പറയും. സദൃശവാക്യങ്ങൾ 23-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. നാം മദ്യപാനം നടത്തുകയും
അത് നമ്മുടെ ഒരു ശീലമായി മാറുകയും ചെയ്താൽ സമൂഹത്തിൽ നമ്മുടെ മാനം നഷ്ടമാവുകയും നമ്മുടെ തലമുറകൾക്ക് അപമാനം വരുത്തി വയ്ക്കുകയും നമ്മുടെ നല്ല ഭാവിയും സമ്പത്തും നഷ്ടമാവുകയും ചെയ്യും എന്നതിനാൽ മദ്യപാനം ദുശ്ശീലമാണ്. നാം ഒരിക്കലും ഒരു ദുശ്ശീലത്തിനും അടിമയാകരുത്. നല്ല ശീലവും ദുശ്ശീലവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുവാൻ ഞാനത് ഇവിടെ പ്രസ്താവിച്ചു എന്നേ ഉള്ളൂ. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഏലി പുരോഹിതനെ കുറിച്ചായിരുന്നുവല്ലോ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഏലി പുരോഹിതൻ്റെ മക്കൾ സകല ദുശ്ശീലങ്ങളും പാപപ്രവൃത്തികളും അവരുടെ ലൈഫ് സ്റ്റൈൽ അഥവാ ശീലം ആക്കി കഴിഞ്ഞിരുന്നു. ഒടുക്കം യഹോവ ഏലി പുരോഹിതനോട് പറയുകയാണ്, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എൻ്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു. നിശ്ചയം ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ആകയില്ല. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനാകും. 1 ശമൂവേൽ 2-ാം അധ്യായം 30-ാം വാക്യമാണ് നാം കേട്ടത്. ഇതുപോലെ തന്നെയാണ് ശലോമോൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. ശലോമോൻ്റെ അപ്പനായ ദാവീദ് ദൈവവചനം അനുസരിക്കുന്ന കാര്യത്തിൽ വളരെ ശുഷ്കാന്തിയുള്ളവനായിരുന്നു. ഊരിയാവിൻ്റെ കാര്യത്തിലും ബത്ശേബയുടെ കാര്യത്തിലും ഒഴിച്ച് ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ദാവീദ് സഞ്ചരിച്ചില്ല. ദാവീദ് തൻ്റെ ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ തെറ്റുകൾക്ക് ദൈവത്തിൽ നിന്നും ലഭിച്ച കഠിനമായ ശിക്ഷയെ സൂചിപ്പിക്കാനെന്നോണം തൻ്റെ മകനായ ശലോമോനോട് പറയുകയാണ്, എൻ്റെ മകനെ ശലോമോനെ, നീ നിൻ്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുക. ശലോമോൻ്റെ ജീവിതാരംഭത്തിൽ താൻ തൻ്റെ അപ്പൻ്റെ ദൈവത്തെ അന്വേഷിക്കുവാൻ മനസ്സ് വെച്ചപ്പോൾ കർത്താവ് അവന് കൊടുത്ത വാഗ്ദാനമാണ് നാം മുൻപ് കേട്ടത്. നിൻ്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എൻ്റെ ചട്ടകളും കൽപ്പനകളും പ്രമാണിച്ച് എൻ്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ്സം തരും. 1 രാജാക്കന്മാർ 4-ാം അധ്യായം 29-ാം വാക്യത്തിൽ ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയവിശാലതയും കൊടുത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന് പുറമേയാണ് ദീർഘായുസ്സും തരുമെന്ന് ദൈവം വാഗ്ദാനം നൽകിയത്. ബുദ്ധിയും ജ്ഞാനവും സമ്പത്തും കൊടുക്കുന്നതിന് ദൈവം യാതൊരു വ്യവസ്ഥയും വെച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ദീർഘായുസ് കൊടുക്കുന്ന കാര്യം വന്നപ്പോൾ ദൈവം ശലോമോനോട് പറയുകയാണ്, നീ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും അനുസരിച്ച് എൻ്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ്സും തരും. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 14-ാം വാക്യമാണ് നാം കേട്ടത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 51-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മോടും പറയുന്നത് ഇപ്രകാരമാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. ഇവിടെ നാം കേട്ട മരണം എന്ന വാക്ക് നമ്മുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് പോകുന്ന അവസ്ഥയ്ക്കല്ല. അതിനെ ബൈബിൾ പഠിപ്പിക്കുന്നത് നിദ്ര പ്രാപിക്കുക, തൻ്റെ ജനത്തോടു കൂടെ ചേരുക എന്നെല്ലാമാണ്. യേശു ക്രിസ്തു ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മരിച്ച എല്ലാ വ്യക്തികളും ദൈവത്തിന് മുമ്പിൽ ജീവനോടെ തന്നെ ഉണ്ടെന്നാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 38-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം മാത്രമേ. എല്ലാവരും അവനെ ജീവിച്ചിരിക്കുന്നുവല്ലോ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 38-ാം വാക്യമാണ് നാം വീണ്ടും കേട്ടത്. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. ഇതിനെയാണ് ബൈബിൾ മരണം എന്ന് പറയുന്നത്. നാം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മാനസാന്തരപ്പെട്ട പാപങ്ങൾ ഉപേക്ഷിക്കണമെന്ന രാജ്യത്തിൻ്റെ സുവിശേഷം കേൾക്കുകയും നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് സ്നാനം മുങ്ങുകയും ചെയ്താൽ വീണ്ടും ദൈവവുമായി ബന്ധം സ്ഥാപിക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവ് നമ്മുടെ ആത്മാവിൽ വരികയും ദൈവാത്മാവ് നമ്മുടെ ആത്മാവിൽ വരുമ്പോൾ നമ്മുടെ പാപം മൂലം മരിച്ച അഥവാ നിർജീവമായി പോയ നമ്മുടെ ആത്മാവ് വീണ്ടും സജീവമാവുകയും അഥവാ വീണ്ടും ജീവിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ദൈവവുമായി ബന്ധപ്പെടുവാനുള്ള കഴിവ് വീണ്ടും ലഭിക്കുന്നു. ഇതിനെയാണ് വീണ്ടും ജനനം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ യേശു പ്രസ്താവിച്ചത് ഇപ്രകാരമാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ അഥവാ പാപം ചെയ്ത ദൈവവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തിയവർ ദൈവപുത്രൻ്റെ ശബ്ദം അഥവാ രാജ്യത്തിൻ്റെ സുവിശേഷം കേൾക്കുകയും കേൾക്കുന്നവർ അഥവാ അനുസരിക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ഇങ്ങനെ ജീവിക്കുന്ന അവസ്ഥയ്ക്കാണ് വീണ്ടും ജനനം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 51-ാം വാക്യത്തിൽ എൻ്റെ വചനം പ്രമാണിക്കുന്നവർ ഒരു നാളും മരണം കാണുകയില്ല എന്ന് യേശു പറഞ്ഞതിനർത്ഥം യേശുവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് ഒരു നാളും ദൈവവുമായി കൂട്ടായ്മ ബന്ധം നഷ്ടമാവുകയില്ല എന്നാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു.
ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് നാം അതിക്രമവും പാപവും ചെയ്താൽ മരിക്കുമെന്നാണ്. അതായത് ദൈവവുമായി ബന്ധപ്പെടുവാനുള്ള നമ്മുടെ ആത്മാവിൻ്റെ കഴിവ് നഷ്ടപ്പെടുമെന്ന് സാരം. നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് നമ്മുടെ പാപം മൂലം ദൈവവുമായി ബന്ധപ്പെടുവാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ നമുക്കുള്ള ശിക്ഷ നിത്യ മരണം അഥവാ ഗന്ധകം കത്തുന്ന തീ പൊയ്കയാണ് എന്ന് നാം മനസ്സിലാക്കണം. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ അഥവാ ദീർഘായുസ് തന്നെ എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ദൈവത്തിൽ നിന്നും പാപമോചനം ലഭിക്കുകയും ക്രിസ്തുവിനോട് കൂടെ ദൈവഭവനത്തിൽ നിത്യം സന്തോഷിക്കുവാൻ യേശു ക്രിസ്തു ഇടവരുത്തുകയും ചെയ്യും. ഇത് യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദാനമാണ് എന്ന് നാം ഓർക്കണം. ഇതിനുവേണ്ടി നാം ചെയ്യേണ്ടത് ബൈബിൾ വായിക്കുകയും അനുസരിക്കണമെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവകൽപ്പനകൾ കണ്ടെത്തി അനുസരിക്കുകയും ചെയ്യുക എന്നതാണ്. നാം അപ്രകാരം ചെയ്താൽ ശലോമോന് കർത്താവ് കൊടുത്ത വാഗ്ദാനം നമുക്കും ലഭ്യമാക്കാം. ശലോമോൻ തൻ്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുകയോ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകത്തിൻ്റെ കോപ്പി എഴുതി സൂക്ഷിച്ചത് വായിച്ച് മനസ്സിലാക്കി അതിന് പ്രകാരം ജീവിക്കുകയോ ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുകയോ ചെയ്തില്ല. എന്നാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ ഇന്ന് അവസരം ഉണ്ട്. ദൈവം നമുക്ക് സൗജന്യമായാണ് നിത്യജീവൻ തരുന്നതെങ്കിലും ദൈവം നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയും നിത്യജീവൻ നമുക്ക് തരേണ്ടതിന് വേണ്ടിയും കൊടുത്ത വില തൻ്റെ ഏകജാതനായ പുത്രനെ യാഗമായി തീർത്തുകൊണ്ടാണ് കൊടുത്തു തീർത്തത്. നമ്മുടെ അതിക്രമങ്ങളും പാപങ്ങളും അതിന് ഫലമായി നമ്മിൽ വന്ന ശാപവും യേശുവിൻ്റെ മേൽ അവൻ്റെ അനുവാദത്തോടെ തന്നെ പിതാവ് ചുമത്തുകയും അതുമൂലം യേശു നമുക്ക് വേണ്ടി ശാപഗ്രസ്തനായി തീരുകയും ചെയ്തു എന്ന് നാം ഓർക്കണം. കാൽവരി ക്രൂശിൽ ദൈവകോപത്തിൻ്റെ തീച്ചൂളയിൽ വെന്തെരിയുകയും നമുക്ക് വേണ്ടി അവൻ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇനി നാം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നമ്മുടെ പാപപരിഹാരത്തിനു വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുകയും യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിക്കുവാൻ ശക്തിയുള്ളതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് സ്നാനമുങ്ങിയാൽ ദൈവത്തെ അനുസരിക്കുന്നവർക്ക് യേശു തരാം എന്ന് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ യേശു പിതാവിനോട് മേടിച്ച് നമുക്ക് അയച്ചു തരും. പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തുകയും നാം നടക്കേണ്ടുന്ന പാത നമുക്ക് അറിയിച്ചു തരികയും നാം മരിക്കുമ്പോൾ നമ്മെ മരിച്ചവരിൽ നിന്ന് തക്ക സമയത്ത് ഉയർപ്പിക്കുകയും ചെയ്യും. ആകയാൽ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും നിത്യജീവനെ നമുക്ക് പ്രാപിക്കുകയും ചെയ്ത് നിത്യകാലം നമുക്ക് യേശുവിനോടുകൂടെ വസിക്കാം. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയക്കണ്ണുകളെ തുറക്കുകയാണമേ. അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നിത്യജീവനാവകാശികളായി തീരുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുകയാണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.